മറ്റേ രേണുസുതി ഇവിടെ ഇരിക്കുന്നു, ബാക്കിൽ സുതി ഫോട്ടോയിൽ മറ്റേ മാലക്കെട്ട് സുധീൻ്റെ ഫോട്ടോ, എന്നിട്ട് ഇങ്ങനെ സൂം ഇൻ സൂം ഔട്ട്. ഇതെന്താ, ഇത് മറ്റേതാണ് ചാരിറ്റി പോൺ ആണ് അതിന്റെ പേര്. ഇപ്പൊ ചിലർ വീഡിയോ ഇട്ടു, അതുപോലെ തന്നെ ചിലരൊരു അവരിട്ട വീഡിയോയിൽ നിന്ന് ഒരു തുക കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി ഒരു ചിരിയാണ് വന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ്, പക്ഷെ ഇപ്പൊ ഞാനത് പറയാൻ പാടില്ല, എന്നോട് ചോദിച്ചതുകൊണ്ട് മാത്രം ഞാൻ പറയാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് രേണു പറഞ്ഞിട്ടാണ് ഞാനൊരു പെർഫ്യൂം കൊണ്ടു കൊടുത്തത്. ഇപ്പം ഈ വീട്ടിൽ പോയി കണ്ട വ്യക്തി അല്ലെങ്കിൽ വീഡിയോസ് ഇട്ട വ്യക്തികൾ അവർ തന്നെ പറയുന്നുണ്ട്, ഞാൻ പേരൊന്നും മെൻഷൻ ചെയ്യാനില്ല, അവർ തന്നെ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിയിച്ചു തന്നെ ചെയ്യണം. ഇത് തന്നെ ഞാനും ചെയ്തിട്ടുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. കൊച്ചി കേരളത്തിൽ നടക്കുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് ലക്ഷ്മി നക്ഷത്രയും സായി കൃഷ്ണനും തമ്മിലുള്ള ഒരു ഇഷ്യൂ സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ രേണുസുതി തന്നെയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് രേണുസുതിയുടെ ക്യാൻസറിനോടനുബന്ധിച്ചിട്ടാണ് അവർക്ക് പൈസക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മുടെ സായി കൃഷ്ണൻ അഥവാ സീക്രട്ട് ഏജന്റ് കുറച്ച് നല്ലൊരു എമൗണ്ട് ഈ പറയുന്ന രേണുസുതിക്ക് കൊണ്ട് കൊടുക്കുകയുണ്ടായിരുന്നു. എന്നാൽ സായി ആയിട്ട് അത് പറഞ്ഞില്ല. ഒരു ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് ഈ ഇന്റർവ്യൂവിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ടായിരുന്നു. ഈ പറഞ്ഞ രേണുസുദിനെ ആ ഇന്റർവ്യൂവിലുള്ളവർ എന്നെ വിളിച്ച് സംസാരിക്കാൻ സമയത്ത് സായി വന്നിട്ടുണ്ടായിരുന്നു. സായി നല്ലൊരു എമൗണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഈ രേണുസുതി അതിൽ സംസാരിക്കണ്ടായിരുന്നു. സായി പറഞ്ഞിരുന്നു ഞാനിത് കണ്ടന്റ് ആക്കണം എന്ന് വിചാരിച്ചൊന്നുമല്ല, പക്ഷേ ഇത് ആൾക്കാർ അറിയണം, ഇത് കണ്ടിട്ടെങ്കിലും ആൾക്കാർ ഇങ്ങനെ സഹായിക്കാൻ തോന്നുകയാണെങ്കിൽ അവർ സഹായിക്കട്ടെ, അത് നല്ല കാര്യമാണ്. നമ്മ അവരെ കണ്ടന്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു ചെറിയൊരു എമൗണ്ട് അവർക്ക് ഞാൻ കൊടുത്തു, അത്രമാത്രമേ ഉള്ളൂ എന്ന രീതിയിൽ സായി സംസാരിച്ചു പോയി. എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് ലക്ഷ്മി നക്ഷത്രത്തോട് ചോദിച്ചപ്പോൾ ലക്ഷ്മി നക്ഷത്രം പറയണമെന്ന് വെച്ചാൽ ഞാനും ഇത് തന്നെയാണ് ചെയ്തിരുന്നത് 2 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് എന്നെ വിമർശിക്കുകയാണ് ചെയ്തത്. എന്നാൽ അത് തന്നെ ഇന്ന് ആൾക്കാർ ചെയ്യുമ്പോൾ അത് വലിയൊരു സംഭവമാക്കിയാണ്. ഞാനും അവർ വിമർശിച്ചല്ല, ഞാനന്ന് കണ്ടന്റ് ആക്കി, എനിക്കത് കണ്ടന്റ് ആയിരുന്നു. എന്നാൽ അന്ന് കാറിലിരുന്ന് കുറ്റം പറഞ്ഞവരൊക്കെ, അന്ന് ഞാൻ ചെയ്തതിനെ വിമർശിച്ചവരൊക്കെ ഇന്ന് ഈ പറയുന്ന നല്ല പ്രവൃത്തി ചെയ്തിട്ട് അതെന്തോ വലിയ കാര്യമാക്കി കാണിക്കുകയെന്ന് പറയണ്ടായിരുന്നു. പക്ഷെ അന്ന് ലക്ഷ്മി നക്ഷത്രം ചെയ്തതും ഇന്ന് സായി ചെയ്തതും രണ്ടാണ്. അതെന്താ ലക്ഷ്മി നക്ഷത്രക്ക് മനസ്സിലാവില്ല. അത് നമുക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് ആദ്യം തന്നെ ലക്ഷ്മി നക്ഷത്രം കൊടുത്ത വീഡിയോ നമുക്കൊന്ന് കണ്ടുപോകാം. കാരണം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനുശേഷം സായി അതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും ലക്ഷ്മി നക്ഷത്ര ആ വിഷയം തന്നെ വീണ്ടും എടുത്ത് സംസാരിക്കണ്ടായി. അപ്പൊ പുതിയതായിട്ട് ലക്ഷ്മി നക്ഷത്ര ചാനലുകാർക്ക് കൊടുത്ത ഒരു ബൈറ്റ് നമുക്കൊന്ന് കേട്ടു നോക്കാം. ുള്ളവരുടെ കണ്ടന്റ് എടുത്ത് സംസാരിക്കല്ല ഞാൻ ചെയ്യാറ്. സീക്രട്ട് ഏജന്റ് ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടോ? പറഞ്ഞ വീഡിയോകൾ എടുത്തിട്ട് റിയാക്ഷൻ ചെയ്തിട്ടില്ലേ? പറയൂ. സീക്രട്ട് ഏജന്റ് പറഞ്ഞു വെച്ചാല് പുള്ളി അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞിട്ടുണ്ട്? ആൾക്കാരെ അറിയട്ടെ ചിലതൊക്കെ അദ്ദേഹം ഈസി കൊടുത്തത് അറിയട്ടെ എന്ന് അറിഞ്ഞ് ചെയ്യണം. ഓക്കെ. പക്ഷെ ചേച്ചിയെ വിമർശിച്ചത് വേറൊരു രീതിയിലാണെന്ന്. എങ്ങനെയാണ്? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ റിയാക്ഷൻ വീഡിയോ. പറയൂ. ചേച്ചി ചെയ്തതില് പെർഫ്യൂമിന്റെ വീഡിയോയില് അതില് കണ്ടന്റ് ആയിട്ട് കൊടുത്ത സമയത്ത് BGM കേറ്റി എന്നാണ് സീക്രട്ട് ഏജന്റ് പറയുന്നത്. ബാക്കിയൊക്കെ ചേച്ചി സപ്പോർട്ടാണ്. ശരി, ഞാൻ BGM ഇട്ടതിന് അതിനെന്താ കുഴപ്പം? ആക്ച്വലി ഞാനൊരു ഇൻഫ്ലുവൻസർ ആണ്, ഒരു ടെലിവിഷൻ ഹോസ്റ്റ് ആണ്, ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഞാൻ മറ്റുള്ളവർ ചെയ്തു വെച്ചിട്ടുള്ള കണ്ടന്റുകൾ എടുത്ത് 4 ഡോറും ലോക്ക് ചെയ്ത് കാറിന്റെ ഉള്ളിലിരുന്ന് വെറുതെ മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്ത് സംസാരിക്കല്ല ഞാൻ ചെയ്യാറ്. ഞാനൊരു കണ്ടന്റ് എന്താ പറയാ, ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനേ നോക്കുള്ളൂ. ഇനിയും എന്റെ വീഡിയോസിൽ ഞാൻ ചിലപ്പോൾ 3 ക്യാമറയോ 4 ക്യാമറയോ വെച്ച് ഞാൻ BGM ഇട്ടിട്ടൊക്കെ ആയിരിക്കും. എനിക്കിങ്ങനെ കാറിലിരുന്ന് ഇങ്ങനെ സംസാരിച്ച് എനിക്ക് ശീലമില്ല. സോ അതിന്റെ രീതിയാണ്. അപ്പൊ ഇനിയും അത്തരത്തിലുള്ള വീഡിയോസ് ഞാൻ ചിലപ്പോൾ ചെയ്തെന്നിരിക്കും. BGM ചിലപ്പോൾ ഞാൻ മ്യൂസിക് ഡയറക്ടറെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് ഇടുന്നതായിരിക്കും. അതൊക്കെ എന്റെ പേഴ്സണൽ ചോയ്സ് ആണ്. കാരണം എന്റെ യൂട്യൂബ് ചാനലാണ്. ദാറ്റ്സ് കോൾഡ് ക്രിയേറ്റിവിറ്റി. അത്രേ പറയാനുള്ളൂ. നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട്. ശരിയാണ് പറഞ്ഞത്. സ്വന്തം ചാനലാണ്, തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അത് ചെയ്യാം, അതിനൊന്നും ആരും വിമർശിക്കുന്നില്ല. പക്ഷെ താൻ ചെയ്ത കാര്യത്തെ ന്യായീകരിക്കുന്നതിനെയാണ് വിമർശിക്കുന്നത്. ഒരാളുടെ ഇമോഷണലായി നിൽക്കുന്ന സമയത്ത് അയാളുടെ ഏറ്റവും തകർന്നൊരു നിമിഷത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അതിന് സാഡായിട്ടുള്ള BGM ഒക്കെ ചെയ്ത് പിന്നെ താൻ ചെയ്യുന്നത് വലിയൊരു പ്രവൃത്തിയാണ് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലേക്ക് ഷെയർ ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന ലക്ഷ്മി നക്ഷത്ര ചെയ്തിരുന്നത്. അതിന് കൃത്യമായിട്ടുള്ള നെയിം സായി പറയുന്നുണ്ട്. മനസ്സിലായ? താൻ ചെയ്യുന്ന പ്രവൃത്തി അതും ഒരാളുടെ ആകെ തകർന്നിരിക്കുകയാണ്. അയാളുടെ ലൈഫിലെ ഏറ്റവും മോശമായ ഒരു സിറ്റുവേഷനിലെ ആ സിറ്റുവേഷനെ ചൂഷണം ചെയ്യാണ് ലക്ഷ്മി നക്ഷത്ര ചെയ്തിരുന്നത്. പക്ഷെ ബാക്കിയുള്ളവർ ഈ സായി അടക്കം അല്ലെങ്കിൽ മറ്റുള്ള റിയാക്ഷൻ ചാനലിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊന്നും അതല്ല ചെയ്തിരുന്നത്. അതെന്തോ ലക്ഷ്മി നക്ഷത്രക്ക് മനസ്സിലായിട്ടില്ല. ലക്ഷ്മി നക്ഷത്ര അന്ന് ചെയ്തതും ഇന്ന് സായി അടക്കമുള്ള ആൾക്കാർ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം ലക്ഷ്മിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതിന്റെ പ്രശ്നമാണ്. അതെന്താണെന്ന് സായി കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്. ലക്ഷ്മി പറഞ്ഞ കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് കേൾക്കാം.
കാരണം എന്റെ യൂട്യൂബ് ചാനലാണ്. ദാറ്റ്സ് കോൾഡ് ക്രിയേറ്റിവിറ്റി. അത്രേ പറയാനുള്ളൂ. നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കും. സീക്രട്ട് ഏജന്റ് എന്ന ആള് 48 വീഡിയോയിൽ കിട്ടിയ വരുമാനത്തിന് കുറച്ച് തുക കൊടുത്തു എന്ന് പറയുന്നു. അപ്പൊ അവർ സീക്രട്ട് ഏജന്റ് ഉദ്ദേശിക്കുന്നത് രേണുസുതി വെച്ച് ചെയ്ത എല്ലാവരും ഒരു നിശ്ചിത. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ രേണുവിന്റെ നല്ല കാലത്ത് കൂടെ ഉണ്ടായിരുന്ന അന്ന് മുതലേ ഞാൻ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. 2 വർഷത്തോളമാണ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, ഞാനത് വലിയ ഭീമമായെന്നല്ല, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സുധിച്ചേട്ടൻ ഇല്ലാത്തതോട് കൊണ്ട് സ്റ്റാർ മാജിക്കിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ 2 വർഷത്തോളം ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ 2 വർഷവും അവരെ കുറ്റം പറഞ്ഞ്, അവരെ കല്ലെറിഞ്ഞ് ഒരു ക്യാൻസർ വരേണ്ടി വന്നു ഇത്തരത്തിലുള്ള മോശം പറഞ്ഞവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതൊന്ന് ചിന്തിക്കുക. ദാറ്റ്സ് ഇറ്റ്. ഒരു കാര്യം ലക്ഷ്മി നക്ഷത്രം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ലക്ഷ്മി നക്ഷത്രം ഈ 2 വർഷം കൊണ്ട് രേണുസുതിയെ സഹായിച്ചതിനേക്കാൾ കൂടുതൽ എമൗണ്ട് തോന്നുന്നതാണ് ഈ പറഞ്ഞ സായി കൃഷ്ണൻ കൊടുത്തിരിക്കുന്നത്. എൻ്റെ ഒരു കണക്കൂട്ടൽ അങ്ങനെയാണ്. മറ്റൊന്ന് വെച്ചാൽ ഈ 2 വർഷം എന്ന് ലക്ഷ്മി നക്ഷത്രം എടുത്തു പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചാൽ മതി. അവരെ ഏറ്റവും മോശം ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഭർത്താവ് മരിച്ചു, തരിച്ചായി, എന്ത് ചെയ്യൂന്ന് അറിയാതെ കരഞ്ഞ് വിഷമിച്ച് സങ്കടം, അവരാ വിഷമമാണ് ലക്ഷ്മി നക്ഷത്ര അവിടെ കണ്ടന്റ് ആക്കിയത്. ആ സമയത്ത് രേണുവിനെ എല്ലാവരും സപ്പോർട്ടാണ് ചെയ്തിരുന്നത്. ഒരാൾ രേണുവിനെ വിമർശിച്ചിരുന്നില്ല. അന്നത്തെ വിമർശനങ്ങളൊക്കെ ലക്ഷ്മി നക്ഷത്രക്കായിരുന്നു. കാരണം വെച്ചാൽ ഒരാളുടെ വളരെ മോശമായ സിറ്റുവേഷനിൽ ക്യാമറയും കൊണ്ട് പോയിട്ട് വീഡിയോ എടുത്ത്, ലക്ഷ്മി നക്ഷത്രം ശരിയാണ് പറഞ്ഞത്, കണ്ടന്റ് ആയിരുന്നു അന്ന് ലക്ഷ്മിക്ക് അവരെ സങ്കടം, അവിടെ കണ്ണീരൊക്കെ കണ്ടന്റ് ആയിരുന്നു. അത് 4-5 ക്യാമറ വെച്ചിട്ട് ലക്ഷ്മി നക്ഷത്രം നല്ല രീതിയിൽ തന്നെ വീഡിയോ ആക്കി, നല്ല രീതിയിൽ തന്നെ റീച്ച് ഉണ്ടാക്കി, അതിലേറെ നല്ലൊരു എമൗണ്ട് ആക്കിണ്ടായി. ഇന്ന് ഈ പറഞ്ഞ 48 വീഡിയോളം സായി ചെയ്തെന്ന് പറയണേ. ഈ 48 വീഡിയോയിൽ സായി ചെയ്തതിനേക്കാൾ റീച്ച് ലക്ഷ്മി നക്ഷത്രം ചെയ്തിരുന്ന വീഡിയോക്ക് ഉണ്ടായത്. 2 വർഷം ലക്ഷ്മി നക്ഷത്രം നല്ല രീതിയിൽ തന്നെ അവരെ വെച്ചിട്ട് വീഡിയോ ചെയ്തുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എപ്പോഴാണ് ലക്ഷ്മി നക്ഷത്രം നിർത്തിയത്? അവർക്ക് അവരുടെ യാത്ര, അവർ ചെയ്യുന്ന കാര്യങ്ങൾ മോശമായ സിറ്റുവേഷനിൽ കൂടി പോയി തുടങ്ങിയപ്പോൾ ലക്ഷ്മി നക്ഷത്ര അവരെ കുറിച്ചുള്ള സംസാരം നിർത്തി. പകരം അതിനുശേഷമാണ് മറ്റുള്ളവർ അവരെ വിമർശിച്ചു തുടങ്ങിയത്. അവരെ പോക്ക് ശരിയല്ലാതെയും അവരെ യാത്ര ശരിയല്ലാതെയും അവർ ചെയ്യുന്ന പ്രവർത്തികളും ശരിയല്ലാതെ. ലക്ഷ്മി നക്ഷത്ര അത്ര വലിയ മാന്യത നടിക്കുന്നുണ്ട്, അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്കൊരു വരുമാനത്തിനോ അല്ലെങ്കിൽ അവരുടേതായ ഒരു നല്ല രീതിയിലോ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ലക്ഷ്മി നക്ഷത്രം ശ്രമിക്കണമായിരുന്നു. അവർ ഈ വേസ്റ്റ് ആയ ഒരു സിറ്റുവേഷനിൽ അവരാക്കാതെ ഇരിക്കാൻ ശ്രമിക്കണമായിരുന്നു. അവരിങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് നല്ലൊരു ചാൻസ് ചെയ്തു കൊടുക്കാൻ പറ്റും. കാരണം സോഷ്യൽ മീഡിയയിലും TV ഷോകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ലക്ഷ്മി നക്ഷത്ര. അത്രത്തോളം കണക്ഷൻസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു ലക്ഷ്മി നക്ഷത്ര. അങ്ങനെയാണെങ്കിൽ അവർക്ക് അങ്ങനത്തെ ഒരു ചാൻസ് മേടിച്ചു കൊടുക്കേണ്ടിയിരുന്നു. അല്ലെങ്കിൽ അവരുടേതായ ലൈഫ് സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്കൊരു ബിസിനസ്സോ അല്ലെങ്കിൽ അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു രീതിയിൽ അവരെ സഹായിക്കാനുള്ള കാര്യങ്ങൾ ലക്ഷ്മി നക്ഷത്രക്ക് ചെയ്യായിരുന്നു. അന്നൊന്നും ചെയ്യാതെ അന്ന് താൻ കണ്ടന്റ്, ഇപ്പൊ ലക്ഷ്മി നക്ഷത്ര പറഞ്ഞ കൃത്യമായിട്ട് കാര്യമാണ്, തനിക്ക് അന്ന് കണ്ടന്റ് ആയിരുന്നു, താൻ ആ കണ്ടന്റ് മാത്രം ചെയ്തു, താൻ കണ്ടന്റ് വെച്ചിട്ട് കാശുണ്ടാക്കി. എന്നിട്ട് ഇപ്പൊ ന്യായീകരിക്കാൻ നിൽക്കുന്നത് അന്ന് കണ്ടന്റ് ആയിരുന്നു, ആ കണ്ടന്റ് വെച്ച് ചെയ്തിരുന്നു. ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം അല്ലെങ്കിൽ നെയിമാണ് സായി പറഞ്ഞേക്കുന്നത്. ആ സായിയുടെ ആ വീഡിയോ നമുക്ക് കേട്ടുനോക്കാം. സുധീന്റെ ഫോട്ടോ എന്നിട്ട് സൂം ഔട്ട്. എന്താ ഇത് മറ്റേതാണ്, ചാരിറ്റി പോൺ ആണ് ഇതിന്റെ പേര്. പിന്നെ ഈ ലക്ഷ്മി നക്ഷത്ര പറഞ്ഞേ, ഈ വണ്ടിയിൽ ഇരുന്നിട്ട് ആൾക്കാരുടെ കണ്ടന്റ് എടുത്ത് ചെയ്യുന്നതല്ല അവള് ചെയ്യുന്നത്, അവള് കണ്ടന്റ് ക്രിയേറ്റർ ആണ് എന്ന് പറയണ്ടായി. അപ്പൊ നിങ്ങള് ഈ എനിക്ക് തോന്നുന്നു ആൾക്കാരുടെ ചെയ്തു വെച്ച കണ്ടന്റ് എടുത്താണല്ലോ ചെയ്യണത്. അപ്പം അതിനെന്താ പറയാനുള്ളത്? ശരി, ഞാൻ പോൺ ചാരിറ്റി ചെയ്യാറില്ല. ആ വാക്ക് കറക്റ്റ് വിടാം. പോൺ ചാരിറ്റി ചെയ്യാറില്ല, ചാരിറ്റി പോൺ. മനസ്സിലായോ? അത് രണ്ടും അങ്ങോട്ടും പറയാം. വിശദീകരിക്കുക അതിനെപ്പറ്റി എന്താണ്? എന്ത് പാവപ്പെട്ട ആൾക്കാർ, വീൽ ചെയറിൽ ഇരിക്കുന്നത്, വയ്യാതായ ആൾക്കാർ, അല്ലെങ്കിൽ ഇതേപോലെ പ്രശ്നത്തിലുള്ള ആൾക്കാരുടെ അടുത്തേക്ക് ഒരു സെറ്റ് വണ്ടിയും കൊണ്ടുപോയി ക്യാമറയും വെച്ച് ലൈറ്റും അടിച്ച് അതിൽ BGM ഇട്ട് മറ്റേ അവർ കരയുമ്പോൾ സൂമിങ്, കരയാത്തപ്പോൾ സൂം ഔട്ട്. ഇപ്പോൾ രേണുസുധീനെ വീട്ടിൽ ചെന്ന് എന്താ കാണിച്ചത്? ഞാനൊരിക്കലും രേണുസുധീനെ സഹായിച്ചതിന് ലക്ഷ്മി നക്ഷത്രനെ ഒരു കുറ്റം പറഞ്ഞിട്ടില്ല. സഹായിച്ചോ എന്നാ പറഞ്ഞിട്ടുള്ളൂ. സഹായിക്കുന്നത് എങ്ങനെ സഹായിക്കണം ആണ് ചോദ്യം. സഹായിച്ചോ, പക്ഷേ ഇതെന്ത് സഹായം? അവരുടെ നിസ്സഹായാവസ്ഥ പുറലോകത്തിനെ സൂം ചെയ്ത് കാണിച്ചോ മര്യാദയ്ക്ക് കാണിച്ചൂടെ? സാഡ് BGM, മറ്റേ രേണുസുധി ഇവിടെ ഇരിക്കുന്നു, ബാക്കിൽ സുധി ഫോട്ടോയിൽ മറ്റേ മാലക്കെട്ട് സുധീൻ്റെ ഫോട്ടോ, എന്നിട്ട് ഇങ്ങനെ സൂം ഔട്ട്. ഇതെന്താ ഇത് മറ്റേതാണ്, ചാരിറ്റി പോൺ ആണ് അതിൻ്റെ പേര്. കാരണം ഒന്നും പറയാനില്ല. ഇതന്നെ പറയാനുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് പോലും ആ ഒരു ഇമോഷണൽ നിലനിർത്തിക്കൊണ്ട് തൻ്റെ ഒരു നല്ലൊരു കണ്ടന്റാണ് അന്ന് ലക്ഷ്മി നക്ഷത്ര ചെയ്തിരുന്നത്. ഒരാളെ സങ്കടത്തെ, വിഷമത്തെ, പ്രയാസത്തെ മുതലെടുക്കുന്നത് കൊണ്ടാണ് അന്ന് ലക്ഷ്മി നക്ഷത്ര എല്ലാവരും വിമർശിച്ചിരുന്നത്. അല്ലാതെ ചെയ്ത പ്രവൃത്തി ചെയ്യണം. ഒരാൾ ഈ പറഞ്ഞ പോലെ തന്നെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരാൾ മരണപ്പെട്ടു, അയാളുടെ കുടുംബം നടുവഴി വരാതിരിക്കാൻ വേണ്ടി അയാളെ സഹായിച്ചു, നല്ല കാര്യമാണ്. പക്ഷെ ആ സഹായം അവരുടെ ആ വളരെ മോശമായ, അവരെ ഇമോഷണലായിട്ട് അവർ തകർന്നിരിക്കുന്ന സമയത്ത് അത് കണ്ടന്റ് ആക്കിയിരുന്നു എന്ന് ലക്ഷ്മി നക്ഷത്രം ഇപ്പൊ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവരാ നിസ്സഹായത, അവരെ കണ്ണുനീര് പോലും അന്ന് ലക്ഷ്മി നക്ഷത്രം കണ്ടന്റാണ് ആക്കിയിരുന്നത്.
അത് ലക്ഷ്മി നക്ഷത്രം ഇപ്പൊ തുറന്നു പറയണം. അപ്പൊ മനസ്സിലാക്കിയാൽ മതി ലക്ഷ്മി നക്ഷത്രം എന്താണ് ചെയ്തെന്ന് പറയും. ഇപ്പൊ കൃത്യമായിട്ട് തുറന്നു പറഞ്ഞല്ല, എനിക്കത് കണ്ടന്റ് ആയിരുന്നു, ഞാനത് കണ്ടന്റ് ആക്കിയിരുന്നു, ഞാൻ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്, ഞാൻ അതുകൊണ്ട് തന്നെ ഈ സോങ്ങും മ്യൂസിക്കും ഒക്കെ വെച്ച് ചെയ്തു. അന്ന് അങ്ങനെ ഒന്നും ആരും പറഞ്ഞിരുന്നില്ല, അന്ന് ഇങ്ങനെ ഒന്നും പറഞ്ഞിരുന്നില്ല ലക്ഷ്മി നക്ഷത്രം. ഇന്ന് ലക്ഷ്മി നക്ഷത്രക്ക് മനസ്സിലായി താൻ ചെയ്തിരുന്ന കണ്ടന്റ് ആണെന്ന്. അത് വളരെ മോശമായ, വളരെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ലക്ഷ്മി നക്ഷത്രം ചെയ്തിരുന്നത്. അപ്പൊ ന്യായീകരിക്കാൻ നിൽക്കരുത്. തെറ്റ് ചെയ്തു അത്ര പറഞ്ഞ കാര്യം കഴിഞ്ഞു, അവിടെ വെച്ച് വിട്ടു. അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അതിന് മിണ്ടാതെ പോവാം, അപ്പോഴും ആ വിഷയം കഴിഞ്ഞു. പക്ഷെ ന്യായീകരിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യുമ്പോൾ വായയിൽ അടിച്ചു കിട്ടുക നാട്ടുകാരിൽ നിന്ന്. ഓക്കെ, മറ്റൊരു വീഡിയോ കാണാം. ബൈ.